അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട്. വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചാറിടാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ തൊലി ഇളക്കി കളയാൻ വലിയ പ്രയാസമില്ലാത്തതുകൊണ്ട് തന്നെ അച്ചാറിന് എടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഞാൻ ആ വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കിലോ അടുപ്പിച്ചുണ്ട് ഈ വെളുത്തുള്ളി. അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തപ്പോൾ 1/4 കിലോയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ നല്ലെണ്ണയ്ക്കകത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം എപ്പം നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലും വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ. അതിനാണ് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് വാടി വരണം. അതിനുശേഷം ഇത് ചട്ടിയിൽ നിന്ന് മാറ്റിയ ശേഷം ഈ ചട്ടിയിലേക്ക് നമുക്ക് കടുവും കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷമാണ് കുറച്ച് മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചട്ടി നന്നായിട്ട് തീയെല്ലാം കുറച്ചിട്ടാണ് ചട്ടിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ ചെറിയ ചൂടി കിടന്ന് തന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. അപ്പം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി വെള്ളത്തിലിട്ട് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം ആ പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഈ അരപ്പെല്ലാം ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനെപ്പോൾ അച്ചാറിട്ടാലും ഞാൻ ചട്ടിയിലെ അച്ചാർ ഇടാറുള്ളൂ. കാരണം ചട്ടിയിലാണ് നമുക്ക് സേഫായിട്ട് അച്ചാറുണ്ടാക്കാൻ നല്ലത്. നമ്മൾ മറ്റുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ അതിൽ നിന്ന് മാറ്റണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ എല്ലാം പിന്നെ ചെറുതീയിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അരപ്പെല്ലാം നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉലുവാപ്പൊടിയും കായപ്പൊടിയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ഈ അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ ചേർക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മുടെ ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ തന്നെയല്ല അച്ചാറൊക്കെ വെളിയിലിരുന്നാൽ കേടാവുകയില്ല വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ശേഷമാണ് ബാക്കി വന്ന അച്ചാർ മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ വെളിയിൽ വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരല്പം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അച്ചാറിന് ചെറിയൊരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ശർക്കരപ്പൊടി നമ്മൾ ഒരു ഇച്ചിരി ചേർത്തത് കൊണ്ട് നമുക്ക് വെളുത്തുള്ളിക്ക് മധുരമൊന്നും വരത്തില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരല്പം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ഒരു ചെറിയ ചൂടോടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ പച്ചവെള്ളമല്ല നമ്മൾ ഇതിൽ ചേർക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്. എപ്പോഴും നമ്മൾ അച്ചാറിന് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം ആ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ബാക്കി വന്ന വെള്ളവും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് അച്ചാറിന് ചാറ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും വെള്ളം ചേർക്കുന്നെങ്കിലും ഇതൊന്ന് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷമേ ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കത്തുള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴാണ് ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത വശം തന്നെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം കൂടെ ആ എണ്ണയോട് കൂടി തന്നെ നമുക്ക് ഈ തിളച്ച് വരുന്ന ഈ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ചാറിനൊക്കെ ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരല്പവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിക്കൊക്കെ ഒരു ഇച്ചിരി പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളിയൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളി ഒട്ടും തന്നെ പുളിയൊന്നും ഇല്ലാത്തൊരു സാധനമല്ല. അപ്പം ഈ പുളിയെല്ലാം കൂടെ ചേർന്ന് ഈ അച്ചാറിലോട്ട് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേന് വെളുത്തുള്ളിക്ക് നല്ലൊരു പുളിപ്പും ഉപ്പും മധുരവും ഒക്കെ. മധുരം ആവശ്യത്തിന് ചേർക്കുന്നില്ല. നമ്മളൊരു ഇച്ചിരി മധുരം മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. മധുരം ഉണ്ടാവത്തില്ല, പക്ഷേ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം വെളുത്തുള്ളി നന്നായിട്ട് വെന്ത് കഴിയുന്നത് കൊണ്ട് വെളുത്തുള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വായിലിട്ടാൽ തന്നെ അങ്ങ് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഞാൻ ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്കും പിന്നെ വയറിന് അസിഡിറ്റിയൊക്കെ ഉള്ളവർക്കും പിരീഡൊക്കെ നിന്നവർക്കൊക്കെ നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കാവുന്നതാണ്.
അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ കുറവായിട്ട് വേണ്ടുന്നവർ അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പം ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിവിടെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അച്ചാറിന് വലിയ എരിവൊന്നുമില്ല, എരിവൊക്കെ കറക്റ്റിനേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെളുത്തുള്ളി അച്ചാറാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അതും നല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ അച്ചാർ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലാണ്. ഇത് ചെറിയ വെളുത്തുള്ളി വേണമെങ്കിൽ ചെറിയ വെളുത്തുള്ളിയിൽ നമുക്ക് ഈ അച്ചാർ ഇട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വേണ്ട ഇപ്പം ഞാൻ ഈ ചട്ടിയിൽ നിന്ന് ഈ അച്ചാർ ഒരു ഭരണിയിലോട്ട് മാറ്റുന്നത്. അതുവരെ അച്ചാർ വെളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ എടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാനിത് ഒരു ഭരണിയിലോട്ട് മാറ്റുകയാണ്. ഭരണി മാറ്റിയ ശേഷം ഭരണി ഫ്രിഡ്ജിനകത്ത് വെക്കുകയും ഒരു ചെറിയ ജാറിലോട്ടാക്കി നമുക്ക് ഡെയിലി എടുക്കത്തക്ക രീതിയിൽ വെളിയിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വെളുത്തുള്ളി അച്ചാർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നെല്ലിക്കയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ നെല്ലിക്കയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം വലിപ്പമുള്ള നെല്ലിക്ക തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഈ നെല്ലിക്ക ഉപ്പിലിട്ടെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നെല്ലിക്ക അച്ചാറിടുമ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ അച്ചാറിടാമെന്ന് കരുതിയത്. ഇനിയിപ്പോൾ ഈ നെല്ലിക്കായ്ക്കകത്ത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരി മുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഇത് ഞാൻ ഒരു മാസത്തോളം ഞാനിത് വെളിയിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് അച്ചാറിടാൻ എടുക്കുന്നത്. അങ്ങനെ നെല്ലിക്ക ഉപ്പും വിനാഗിരിയും കാന്താരി മുളകും ഒക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒരു നന്നായിട്ട് തണുത്ത ശേഷം ഒരു ഭരണിയിലോട്ടിട്ട് അടച്ച് വെക്കുകയാണ്. പക്ഷേ ഈ വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് പൂത്തൊന്നും പോകത്തില്ല. അത് പിന്നെ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഈ നെല്ലിക്ക നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഈ നെല്ലിക്കയ്ക്കകത്ത് ഒട്ടും തന്നെ പൂപ്പലോ ഒന്നും വീഴത്തില്ല. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കും. അതിന് ശേഷമാണ് ഈ നെല്ലിക്ക ഞാൻ പുറത്തെടുത്ത ശേഷം ഞാനിത് അച്ചാറിടാനായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ഊണ് കഴിക്കുന്നതിനും ഒക്കെ ഒരു ഇച്ചിരി അച്ചാറൊക്കെ നമുക്കുള്ളത് നല്ല ഇഷ്ടം. ഊണിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോഴായാലും ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ വീട്ടിലെപ്പോഴും ഒരച്ചാർ നമ്മൾ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പുറത്തുനിന്നുള്ള അച്ചാറുകൾ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വയറും കേടാവും, അത് ഹെൽത്തിയുമല്ല. ഇതാകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അച്ചാറുകൾ നമുക്ക് വീട്ടിലിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇപ്പം അച്ചാറിടാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ ഈ നെല്ലിക്കയെല്ലാം പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്ത ശേഷം ഇതൊരു 3-4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഞാൻ അച്ചാറിടുന്നത് ഒരു ചട്ടിയിലാണ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഈ ചട്ടിയിലോട്ട് ഒരല്പം കടുവൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷമാണ് പിന്നെ തീ കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ അച്ചാറിനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട്. മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട. ചിലർ മുളക് പൊടി മാത്രമേ ചേർക്കൂ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷമാണ് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിന് ആവശ്യമായ വെള്ളം ഞാൻ ചേർക്കുന്നത് നമ്മൾ ഉപ്പിലിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെല്ലിക്കായ്ക്കകത്തോട്ട് വിനാഗിരി ചേർക്കുന്നില്ല. ആ ഉപ്പിലിട്ട വെള്ളമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് ചെറുതീയിൽ തന്നെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഉലുവാപ്പൊടി ഒരല്പം മാത്രം ചേർത്താൽ മതി. അതിനുശേഷം കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി ഇതും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാനൊരു ജാറിലോട്ട് മാറ്റുന്നത്. പിന്നീട് നമ്മൾ ഒരു നെല്ലിക്ക ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുള്ള ചമ്മന്തിയും കൂടാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പുളി ചേർക്കുന്നതിന് പകരം ഉപ്പിലിട്ട നെല്ലിക്ക ചേർത്താൽ മാത്രം മതി. ചമ്മന്തി വളരെ രുചികരമായിരിക്കും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായതും ഹെൽത്തി ആയിട്ടുമുള്ള വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകളാണ് ഞാൻ കാണിച്ചത്. വെളുത്തുള്ളി അച്ചാറും നെല്ലിക്ക അച്ചാറുമാണ് കാണിച്ചത്. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഉപ്പിലിട്ട നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കഷ്ണം ഉള്ളി, മുളക് പൊടി, പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ കാന്താരി മുളകില 2-3 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് 1 കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെയധികം സ്വാദിഷ്ടമായിട്ടും ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തിയും ഒക്കെയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ചോറുണ്ണാൻ ഇനി ഈ ഒരു അച്ചാറും നെല്ലിക്ക ചമ്മന്തിയും മാത്രം മതി, നമുക്ക് ഒരു പറ ചോറുണ്ണാം. അങ്ങനെ വളരെയധികം രുചികരമായിട്ടുള്ള വിഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.